മോർണിംഗ് ഫ്രണ്ട്സ്. സൗണ്ട് ഇല്ലേ? ഹായ് ഫ്രണ്ട്സ് എല്ലാവരും. നമ്മളെല്ലാവരും ഇപ്പോൾ എച്ചമ്മിനെ പറ്റി നിങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ നമ്മൾ MJന്ന് ഓരോരോ ബാച്ചിലും ഓരോരോ ഇതും ക്ലാസ് വരുമ്പോൾ 8, 9, 10 വരുമ്പം ഓരോരോ ലീഡർമാരെ എച്ചമ്മ് ആളറിയാണ്ടാക്കുക. അതിനും കുട്ടികളൊന്നും അറിയാണ്ട് ക്ലാസ്സിലൊന്നും അറിയാണ്ട് ഓരോരോ ലീഡർമാരെ തിരഞ്ഞെടുക്കാൻ ആക്കുക. അതിന് നോക്കാൻ അസ്കറിനറിയോ? ചാരന്മാരാ. അപ്പോൾ അതിലൊരാളതിന് ഞാൻ നിങ്ങളെ കച്ചറകളൊക്കെ പിടിച്ച് എച്ചമ്മിന് പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരാളതിന് ഞാൻ. പക്ഷേ ഞാനെല്ലാ കച്ചറ കളിക്കെങ്കിലും എച്ചമ്മിൻ്റെ കച്ചറ ഒന്നും ഇതുവരെ പിടിച്ചിട്ടുമില്ല, ഞാനിത് കളിച്ചിട്ടുമില്ല. അപ്പോൾ എച്ചമ്മിന്നെ അത്രയും എൻ്റെ ഫാമിലിനെ എൻ്റെ താത്താണ് ഫസ്റ്റ് ബാച്ചിൽ MJ പഠിച്ച്. ആദ്യം താത്തന്നെ എന്നെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുവന്ന്. അപ്പോൾ താത്തനെ മാതിരി ഞാനും പഠിക്കുമെന്നാണ് താത്ത എച്ചമ്മ വിചാരിച്ചത്. പക്ഷേ ഞാൻ പഠിച്ചിട്ടുമില്ല, ഫെയിലും. ഞാൻ മുതലെടുത്ത് ഇന്നെ ലീഡറാക്കി. പക്ഷേ സാജിന, അസ്കറിന ഒക്കെ ഞാൻ എച്ചമ്മിനോ പറഞ്ഞു കൊടുത്ത ഒരു അനുഭവം വയ്ക്കുന്നുണ്ട്. അല്ല, എന്തായാലും എനിക്കും അറിയാം. പിന്നെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാവരെയും വെളു ഇതൊക്കെ എല്ലാവർക്കും എച്ചമ്മിൻ്റെ അടുത്തെത്തുമ്പോൾ എച്ചമ്മെന്ന് പറയുമ്പോൾ ഒരു ബഹുമാനേനും. പിന്നെ ഇപ്പം അതങ്ങൾക്ക് ആർക്കും ഇപ്പം തലയിൽ മുടിയില്ല. എച്ചമ്മിന് മരണം വരെ തലയിൽ നല്ല ബ്ലാക്ക് മുടി തന്നെ. അല്ല, വാങ്ങി കറുപ്പിച്ചായിരിക്കും. അത് നമുക്ക് എപ്പോഴും എച്ചമ്മിൻ്റെ അന്നും ഇന്നും എച്ചമ്മ ഈ 82ാമത്തെ വയസ്സിലും നമ്മളിപ്പോഴാണല്ലോ ഈ നല്ല ഡ്രസ്സും അയൺ ചെയ്തൊക്കെ ഇടുന്നത്. എച്ചം അന്നും ഇന്നും അയൺ ചെയ്ത് സ്കൂളിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാനൊരു നമ്മൾ ആരും മാതിരിയല്ല എച്ചം അങ്ങനെ കാണാൻ അത്രയും ഡീസൻറ്റിലാണ് സ്കൂളിൽ വന്നത്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഡീസൻറ്റിലാണ് വരുന്നത്. ഇപ്പോൾ മാഷുമാർ ഇത്രയും നല്ല പിന്നെ നല്ല ഷർട്ടും എത്രയും ബ്രാൻഡാണോ ആ ബ്രാൻഡാണ് ഇപ്പോൾ മാഷുമാരുടെ. പക്ഷേ അന്ന് അന്നൊരു ബ്രാൻഡ് ഷർട്ടൊക്കെ ഇട്ട് തന്നെ എച്ചമ്മ അന്നും നമുക്ക് ഇന്നും ഇതുവരെ ആ മുടിയും ആ ഡ്രസ്സും നമ്മൾ എപ്പോഴും മനസ്സിലോർക്കുന്നു. പിന്നെ എല്ലാവർക്കും നന്ദി പറയണം. എല്ലാവർക്കും നന്ദി. അല്ല